ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് പനങ്കൽക്കണ്ടാണ് കേട്ടോ. 1 കിലോയുടെ പാക്കറ്റാണിത്. ഇത് നമ്മൾ കുഞ്ഞുമക്കളൊക്കെയുള്ള വീടുകളിലാണെങ്കിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർ കാണും. അപ്പം അവർക്ക് ഉപകാരപ്രദമായൊരു വീഡിയോ ആണിത്. അപ്പോൾ ഇത് നമ്മൾ കുട്ടികൾക്ക് കുറുക്കിനകത്തും അല്ലെങ്കിൽ പാലിനകത്തുമൊക്കെ ഇട്ട് നമുക്ക് കൊടുക്കാറുണ്ടായിരിക്കാം. അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റുണ്ട്, അത് നിങ്ങൾ പറഞ്ഞു തരാം. ഇതിൻ്റെ ഓരോ കൽക്കണ്ട പീസുകളാണ് കേട്ടോ. ചെറുതും വലുതായിട്ടുള്ള ഇതുപോലെ കഷ്ണങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇത് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഉരുക്കി പാനിയാക്കി അരിച്ച് വേണം നമ്മളെടുത്ത് സൂക്ഷിച്ച് വെക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികളുടെ തൊണ്ടയിലൊക്കെ, കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ അവരുടെ തൊണ്ടയിലൊക്കെ ഉറപ്പായിട്ടും അതിനകത്ത് കുഞ്ഞു കരടുകളൊക്കെ പോകും കേട്ടോ. അപ്പോൾ അതിനകത്ത് കുറച്ച് കൽക്കണ്ടം കുടഞ്ഞിട്ടതാണ്. ഇനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒന്ന് ഒഴിക്കുക. അതിനുശേഷം ഇങ്ങനെ കൈ കൊണ്ട് ഒന്ന് ഞെരടി കൊടുക്കുക കേട്ടോ. അപ്പോഴേക്കും കൽക്കണ്ടത്തിൻ്റെ മുകളിലുള്ള ആ കുറച്ച് അഴുക്കൊക്കെ ഒന്ന് പോയി കിട്ടും. ഒരുപാട് അഴുക്കുണ്ടെന്നല്ല, പക്ഷേ അഴുക്കുണ്ട്. അപ്പോൾ ആ വെള്ളം നമ്മൾ കളയുകയാണ്. ഈ വെള്ളം തൊട്ട് നാക്കി വെച്ചാൽ ഒരുപാട് മധുരമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഈ വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ കൊള്ളില്ല, ഇത് കളഞ്ഞേക്കുക. ഇനി വേണ്ടത് കുറച്ച് വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതിനുശേഷം അടുപ്പിൽ വെച്ച് നന്നായി തിളപ്പിക്കുക കേട്ടോ. തിളച്ച് അത് അലുത്ത് വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് അരിച്ച് ഊറ്റിയെടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇതിനകത്തെ കരടുകൾ എന്തോരം ഉണ്ടെന്നുള്ളത്. ഇത് തിളച്ച് വരുന്നതിൻ്റെ ഇപ്പുറം തന്നെ കരടുകളൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. നന്നായി തിളച്ച് ആ കൽക്കണ്ടം നന്നായി അലിക്കണം കേട്ടോ. തിളയ്ക്കുന്ന ഉടനെ തന്നെ നിർത്തരുത്. ഒരു 2-3 മിനിറ്റോളം നല്ല തീയിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കുക. ഓഫ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ മുകളിലൂടെ അതിനകത്തെ കരടുകളൊക്കെ പൊങ്ങി വരുന്നത്. കണ്ടോ എത്രത്തോളം തരിതരികളുണ്ടെന്ന് നോക്കി. അതിനകത്ത് വലുതുണ്ട്, ചെറുത് കുഞ്ഞു കുഞ്ഞു തരികളൊക്കെ ഉണ്ട്. കുറുക്കിനകത്തൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുത്താൽ കുഞ്ഞുങ്ങളുടെ തൊണ്ടയിൽ ഉറപ്പായിട്ടും തടയും കേട്ടോ. ഇനി അത് ആറുന്നതിനിപ്പുറം തന്നെ നമുക്ക് വേണമെങ്കിൽ അരിച്ച് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കാം. തണുത്തതിന് ശേഷം ഇത് ഓരോ ബോട്ടിലിനകത്താക്കി ഒന്നെങ്കിൽ ഫ്രിഡ്ജിനകത്ത് അല്ലെങ്കിൽ പുറത്ത് സൂക്ഷിക്കാം. പുറത്ത് സൂക്ഷിച്ചാലും കേടാകത്തൊന്നുമില്ല. പിന്നെ കൂടുതൽ നമ്മൾ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുപ്പി എടുത്ത് അത് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി. നമ്മൾ യൂസ് ചെയ്യാനുള്ളത് പുറത്തും വെച്ചാൽ മതി കേട്ടോ. ഇത് കണ്ടോ, ഇത്രയും കരടുകൾ ഇതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ പനങ്കൽക്കണ്ടം കിട്ടുകയാണെങ്കിൽ ഈ ഒരു പ്രക്രിയയ്ക്ക് ശേഷം മാത്രം അത് യൂസ് ചെയ്യുക കേട്ടോ. അരിപ്പയിലും ആ പാത്രത്തിലും കരടുകൾ കണ്ടോ.